ഹായ് നന്ദസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 6-7 ദിവസമായിട്ടാ. കുറച്ച് സാഹചര്യം കാരണം നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. എല്ലാരും വെക്കേഷൻ ആയപ്പോ ഞങ്ങളും വെക്കേഷനിലായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ അതിന്റെ വീഡിയോ ഇടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ നീണ്ടുപോയി. വീഡിയോ നമുക്ക് അതിനുള്ള ഇത് കിട്ടിയില്ല വീഡിയോ എടുക്കാൻ. നമ്മൾ സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച 10 ദിവസമായിട്ടുണ്ട്. 10 ദിവസമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട്. പക്ഷെ അതിന് ആൻസർ പറയാൻ ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. ഇപ്പഴാണ് ഇരിക്കണത്. പിന്നെ അതുപോലെ ഞങ്ങൾ ടൂർ പോയപ്പോ ഫ്രണ്ട്സ് ചോദിച്ചു എന്ത് വീഡിയോ എടുത്തോളാം. ഞങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു എടാ ഞങ്ങ ആദ്യമായിട്ടാണ് ടൂർ പോലെ ഒരു മൊബൈൽ ഇങ്ങനെ കൊണ്ടുനടക്കാത്തത്. ഞങ്ങള് വാഗമണ് ഏട്ടന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളത് വ്ളോഗൊന്നും എടുത്തില്ല. എന്താ വെച്ചാൽ ഞങ്ങക്ക് ഫ്രീ ആയി നടക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും വ്ളോഗ് എടുത്ത് പോകുമ്പോ നമുക്ക് ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരൊക്കെ കൂടി പോകുമ്പോ നമുക്ക് ഫ്രീ ആയി നടക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ വ്ളോഗൊന്നും എടുത്തില്ല. പക്ഷെ എടുക്കായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നു. എന്താ വെച്ചാൽ അത്രയും രസമായിരുന്നു കേട്ടോ ആ ട്രിപ്പ്. എല്ലാരും ഭയങ്കര കോമഡിയും എനിക്ക് പുതിയ പേരൊക്കെ കിട്ടി. എന്നെ ഇപ്പൊ എല്ലാരും നീലി കണ്ടിട്ട് വിളിക്കലായിരുന്നു ഫ്രണ്ട്സ്. അടിപൊളിയായിരുന്നു. നല്ലൊരു രസത്തിന് ഞാൻ ഇതുവരെ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ട്രിപ്പ് പോയിട്ടില്ല. ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയി. ഇനി അവര് അടുത്ത ലീവിന് വന്നിട്ടാണ് ഇനിയും പോയത് അല്ലേ? അപ്പൊ നമ്മളത് കാത്തിരിക്കുകയാണ്. അടിപൊളി ട്രിപ്പൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞ ഒരു പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്പായിരുന്നു. നമ്മള് ഏതാ ബൾട്ടി അല്ലേ, സിനിമയ്ക്ക് എല്ലാരും കൂടി പോയി അവിടെ വെച്ച് പെട്ടെന്ന് തീരുമാനിച്ചു നാളെ നമുക്ക് എങ്ങനെയും പോയാലോ തീരുമാനിച്ചു. അപ്പൊ തന്നെ പിറ്റേ ദിവസം രാവിലെ വാഗമണ് പോയി. വാഗമണ്ണാണ് ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണല്ലേ, അടിപൊളി നല്ല രസമുണ്ടായിട്ട് ഞങ്ങൾ പോയിട്ട്. ശരി എനിക്ക് ചെറിയ ജലദോഷമൊക്കെ പിടിച്ച് തണവടിച്ചിട്ട് അത്രയും തണവും കാര്യങ്ങളൊക്കെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? അയ്യോ പറയുന്ന പേര് തങ്കൽപ്പാറ. അത് അടിപൊളിയാണ് കേട്ടോ. വാഗമണ്ണ് പോണവരുണ്ടെങ്കിൽ തങ്കൽപ്പാറ എന്തായാലും പോണ് അല്ലേ? സ്ഥലം. അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ പൂജവെപ്പൊക്കെ ഇങ്ങോട്ട് കുറച്ച് നടത്തൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ പറഞ്ഞ പോലെ ഉറക്കപ്പുന്ന പോലെ എന്താണ് കേട്ടാ. പിന്നെ കൊറേ ദിവസമായിട്ട് വ്ളോഗ് എടുക്കാത്ത കാരണം ആ ഒരു ടച്ച് ആയിട്ട് കുറഞ്ഞു അല്ലേ? അതെ, ഭയങ്കര ചൂട്. ഞാൻ ഇടയ്ക്ക് നോക്കണേ ഹീറോട് നിൽക്കണ്ട്. അപ്പൊ ഹീറോ ഇങ്ങനെ പൂച്ചനെ നോക്കി നിൽക്കണ്ട്. ചാടൂലെന്ന് വെച്ചിരിക്കാണ്. അതാണ് എന്റെ അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ നമ്മളായി ജീവിക്കുക. നല്ലതിനെ ഉൾക്കൊള്ളാനും തെറ്റിനെ അംഗീകരിക്കാനും കഴിഞ്ഞാൽ മതി. കോപ്രായല്ലാതെ നല്ല വീഡിയോ ആണ് നിങ്ങളുടേത്. ഇതുപോലെ എന്ന് കാണാനാകും 3 പേരെ. ഒരുപാട് സന്തോഷത്തോടെ ഒരു സബ്സ്ക്രൈബർ. ആ 3 പേരേത് ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മളാ ക്വസ്റ്റ്യൻ ആൻസറിൽ ഇട്ട ഫോട്ടോ ആണ്. ചുമ്മാ സെറ്റ് ചെയ്തപ്പോ അത് ഇട്ടു എന്നുള്ളൊരു തമാശക്ക് നമ്മള് അപ്പൊ അത് കമന്റ് തന്നെ. 3 പേരായിരുന്നല്ലേ കൊച്ചുങ്ങളായിട്ടില്ല. ജസ്റ്റ് അത് വെറുതെ ഇട്ടു എന്നുള്ളത് നമ്മള് ആ ഫോട്ടോ കണ്ടത്. നല്ലത് ശരിക്കും ഒരു ഒറിജിനൽ കുട്ടി പോലെ തോന്നിപ്പെട്ടതാണ് കേട്ടാ. അപ്പൊ നമ്മളെ ഇഷ്ടാന്ന് പറഞ്ഞതിന് താങ്ക് യു. പിന്നെ 3 ആളായിട്ട് സമയമുണ്ട്. പിന്നെ അടുത്ത വായിക്കൂ. ഇപ്പഴേ വേറെ ആളെ കാണിക്കാം 3 ആളെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഹീറോ പൂച്ചനെ നോക്കാണോ നീ? ലുക്ക് ലുക്ക് ലുക്ക്. അങ്ങനെ ഇത് പെട്ടെന്ന് കാര്യം വന്നപ്പോ നമ്മള് പോയതാണ് കേട്ടാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എന്തായി? ഇപ്പോഴും കാണിക്കാറുണ്ടോ ഡോക്ടറിനെ? യെസ്. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ വർഷങ്ങളായി. എനിക്ക് തോന്നുന്നത് ഒരു 5-6 വർഷമായി ഉണ്ടാവണം. 5-10 വർഷമൊക്കെ ആയിണ്ടാവണം. എനിക്ക് തോന്നുന്നു 6-7 വയസ്സ് വരെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല. പിന്നെ RCCയിലേക്ക് എന്തായാലും കാണിക്കാൻ പോകണം. നമ്മള് ശരിക്കും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പോവാറ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആ മാസങ്ങളിലായിട്ട് എന്തായാലും ഈ പ്രാവശ്യം പോകണം. പിന്നെ എന്നോട് ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ഈ വയസ്സല്ല 2 കൊല്ലങ്ങളായിട്ട് പറയുന്നുണ്ടായി എപ്പോഴും വരണമെന്ന്, എല്ലാം കൊല്ലം വരണമെന്നില്ല.
അവിടേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോ കാണിച്ചാൽ മതി എന്നുള്ളത് നമ്മുടെ സമാധാനത്തിന് പോയി കാണിക്കണം. ഈ പ്രാവശ്യം കുറച്ച് ടെസ്റ്റുകൾ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം എഴുതി തന്നിട്ടുണ്ട് ഈ പ്രാവശ്യം വരുമ്പോ ചെയ്യാൻ. അപ്പൊ നമ്മൾക്ക് ഈ പ്രാവശ്യം എന്തായാലും പോയിട്ട് അതൊക്കെ ചെയ്യണം. സാധാരണ പോയാൽ ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്രാവശ്യം കുറെ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ വന്നു പോയിട്ട്, അപ്പൊ അവർക്ക് അതായിരിക്കും ഇത്രയും വർഷമായിട്ട് നമുക്ക് ചെയ്യാനായിരിക്കും. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും പോയിട്ട് അതൊക്കെ ചെയ്യും. എന്തായാലും പോവുണ്ട് കേട്ടാ. അതെ. പിന്നെ രണ്ടുപേരും ഒരുപാട് ഇഷ്ടം, എല്ലാവരും ഒരുമിക്കോന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. വായിച്ചല്ലേ? വായിച്ചതാണ്. യെസ്. ഒന്നും ചോദിക്കാനില്ല, 3 പേരും നന്നായിരിക്കുന്നുണ്ട്. 2 വർഷത്തിനകം ഇതുപോലെ ഒരു ഫോട്ടോ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചിലർ ഈ ഫോട്ടോ കാണാത്തവർക്ക് എന്താണ് ഇങ്ങനെ പറയണേന്ന് മനസ്സിലാവണ്ടല്ലോ. ഇതാണ് കാരണം കേട്ടാ. അത് നമ്മള് വെറുതെ സെറ്റ് ചെയ്ത ഫോട്ടോയാണ്. ശരിക്കും ഒറിജിനലുണ്ടല്ലേ? പക്ഷെ ശരിക്കും ഒരു ഒറിജിനൽ ഉണ്ട് പോലെ തോന്നുന്നുണ്ട് കേട്ടാ ഉണ്ണിനെ കണ്ടപ്പോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ടത്. 2 വർഷത്തിന്റെ ഉള്ളിൽ നടക്കട്ടെ അല്ലേ? അതെ. അടുത്തത്, നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, നമ്മളായി ജീവിക്കുക. അത് നമ്മൾ വായിച്ചോ. അടുത്ത്, ഒന്നും ചോദിക്കാനില്ല, 2 പേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ ചെയ്യാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉദ്ദേശിച്ചത് എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മയോട് അന്വേഷണം പറയാം. ഓക്കെ. അപ്പൊ ഭംഗിയുണ്ടെന്ന് പറഞ്ഞേന് താങ്ക് യു. ഇതേപോലെ എപ്പോഴും ഞങ്ങളെ പൊക്കുക അല്ലേ? അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കിപ്പോ ഇത്ര പ്രായമായിട്ട് ഞങ്ങനെ പിടിച്ചു നിക്കണില്ല. അയ്യോ പറഞ്ഞില്ല ഭംഗി കളയണ്ട അല്ലേ? അത്ര ഭംഗിയൊന്നും ഇല്ലേണ്ടത്, വെറുതെ ഫോണിന്റെ ഫിൽറ്റർ തന്നെയുണ്ട. ഒറിജിനൽ ഭംഗിയൊന്നുമില്ല. അതെ, അസൂയാണ്. അസൂയ. ട്രിപ്പൊക്കെ പോവേ. അങ്ങനെ എനിക്ക് അസൂയന്നെ. ഞാൻ സുന്ദരിയല്ലേ? പിന്നെ സുന്ദരിയാണ്. ഇതിനേക്കാള് കൂടുതൽ സുന്ദരരാകുമ്പോൾ ഇല്ലടാ, എനിക്ക് അസൂയൊന്നുമില്ല. എന്റെ ഭർത്താവല്ല സുന്ദരനാണ്. ഇയാള് തമാശക്കാരൻ. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്റെ ഭംഗിയില് അല്ലേട്ടാ. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്തിന് സ്ക്രാച്ച് സംഭവിക്കരുതെന്ന്. ഈ മനുഷ്യനെ എന്നോട് പറഞ്ഞിരിക്കണ എന്താണെന്നറിയോ, എന്റെ മുഖത്തിന് എന്തെങ്കിലും ഒരു പാടോ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും വണ്ടി ഇടിച്ചിട്ട് എന്തെങ്കിലും വന്ന എന്റെ ഡോക്ടറോട് അപ്പൊ തന്നെ കൊല്ലാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു മൈൻഡുള്ള മനുഷ്യന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ ഫേസിനാണോ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കണേ, എന്നെയാണ് ഇമ്പോർട്ടന്റ് കൊടുക്കണേ ചോദിച്ചു. അല്ല, ഫേസിന് കൊടുക്കണ എന്നാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. മുഖത്തിന് എന്ത് പറ്റിയാലും ഞാൻ കൊണ്ടുനടക്കൂല എന്നെ കൊടുത്താന്. ഞാനറിയോ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ജീവിതം എന്തൊക്കെ വരും നമുക്കൊന്നും പറയാൻ പറ്റൂല. നമ്മൾ ജീവിക്കാന് നമ്മളെ കൂടെ ഉള്ളവര് നമ്മളെ കൊണ്ടുനടന്നാ മതി. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എന്നെ ഏട്ടൻ കൊണ്ടുനടന്നാ മതി, ഏട്ടന് എന്തെങ്കിലും പറ്റിയാലും ഞാൻ കൊണ്ടുനടന്നാ മതി. അത്രേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ മൈൻഡ് ഞാൻ ഇപ്പൊ മാറ്റിയിരുത്തുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ മൈൻഡ്. ഞാൻ അടുത്ത് വായിക്കൂ. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വാങ്ങി സ്വന്തമാക്കണമെന്ന് ഏറ്റവും കൊതിക്കുന്ന ഒരു സാധനം. 2 ആളെന്ന് പറയുമ്പോ ഓഫ് കോഴ്സ് ഒരു പ്രീമിയം ലെവൽ ഒരു കാർ. ആഗ്രഹമാണ് പ്രീമിയം. നമുക്ക് അത് നടക്കൂല. എനിക്ക് പ്രീമിയം ഒന്നുമില്ല, ഒരു കാർ വാങ്ങണമെന്നുണ്ട് നമുക്ക്. നമ്മുടെ ഒരു യൂട്യൂബ് വരുമാനമൊക്കെ വെച്ചിട്ട് നമുക്കൊരു കാർ വാങ്ങണമെന്നുണ്ട്. അതെ, എല്ലാരും പോലെ നടക്കുന്നത് ഒരു കാറ്. അയ്യോ, സ്വപ്നാണ് അല്ലേ? അത് ഞങ്ങൾക്ക് ഇപ്പത്തെ സ്വപ്നമല്ല, ഞങ്ങളുടെ കല്യാണത്തിന് മുന്നുള്ള സ്വപ്നാണ്. കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോ ഞങ്ങൾ പറയും ഇപ്പൊ, ഏട്ടാ നമുക്കൊരു കാറ് വാങ്ങുക എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾ മുന്നത്തെ സ്വപ്നം. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു. കല്യാണത്തിന് ലോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ കാർ പിടിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു എമൗണ്ട്
ഈ ഇത് തന്നെ ഉണ്ട് കല്യാണത്തിന്റെ അടവ്. അതുകൊണ്ടാണ് മാസം 25,000 അങ്ങോട്ട് പോകും. അടവും അപ്പൊ അതങ്ങനെ നമ്മള് ഞാൻ ഇന്നാളൊക്കെ കൂട്ടിയപ്പോഴേ ഒരു കൊല്ലമാകുമ്പോ അതൊരു 2 ലക്ഷത്തി സംതിങ് വരികയാണ്. ഒരു 2 മാസം തന്നെ ആകുമ്പോ 50,000 രൂപത്തോളം നമുക്ക് അതിന്റെ അടവ് മാത്രം പോവാണ് കല്യാണത്തിന്റെ ലോണായിട്ട്. കാരണം നമുക്ക് സത്യം പറയാലോ, എല്ലാരോടും ഞാൻ പറയുന്നതാണ്, കല്യാണം ആർഭാടായി ഒന്നും നടത്തേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിളായി നടത്തിയാൽ മതി. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ അതിനെ കേട്ട് ഓടേണ്ടി വരും. ഈ കാശ് ഇങ്ങനെ നമ്മൾ അന്ന് ചെലവാക്കിയത് നമ്മൾ കേട്ടത് ഇങ്ങനെ എത്രയോ വർഷം ടെൻഷൻ അടിക്കേണ്ടി വരും. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിലത്തെ കാര്യമല്ല പറയണത്. ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ ചാടിക്കേറി ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അടിച്ചിനെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്ക് ഗംഭീരമാക്കി നമ്മ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആലോചിക്കൂല. നടത്തണം. ലോൺ എടുക്കാണ്ട് മാക്സിമം നടത്താൻ നോക്കുക. ലോൺ എടുക്കാനും കുഞ്ഞൊരു ചെറിയൊരു എമൗണ്ട് എടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ നമ്മളെല്ലാം നല്ല രീതിയിൽ നടത്തണം ചിന്തിച്ചിട്ട് നടത്തുമ്പോ നമുക്ക് അത്യാവശ്യം എമൗണ്ട് ചെലവും. അപ്പൊ പിന്നെ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതെ അതെ, ഈ പറഞ്ഞ പോലെ അത് മിക്കയ്ക്ക് തോന്നുന്നു മിക്കവർക്കും ഉള്ളത് തന്നെയായിരിക്കും ഈ സംഭവം. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനും ഉണ്ട് അവര് പറയാനൊക്കെ ഈ സംഭവം. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പരമാവധി ഇങ്ങനെ ഇപ്പൊ അമേരിക്കയിലെ കണ്ടിട്ടുണ്ട്. അമേരിക്ക ഇപ്പൊ സ്ഥലത്തുകൾ കുറച്ച് ഫങ്ഷൻ അടിപൊളിയായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കുഞ്ഞൊരു അവിടെ ഹോട്ടൽസ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മിനി സെറ്റപ്പ് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ഡ്രസ്സിങ്ങില് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കല്യാണമായിരിക്കും. അതാണ് സത്യം പറഞ്ഞ നല്ലത്. നമ്മുടെ ആ കൊറേ എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരു ദിവസത്തിന് വേണ്ടി കളഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമുള്ള ആളല്ല കേട്ടോ കല്യാണത്തിന് ഒരുപാട് ചെലവാക്കാൻ. എനിക്ക് മുന്നേ താല്പര്യമുള്ള ആളല്ല കല്യാണം. അതാണ് നടത്തിയുള്ളൂ. അപ്പളേ നമുക്ക് കാറ് കുറേ കൊടുത്താനായിരുന്നു കേട്ടാ ഈ ഒക്കെ ഞാനാണ് ചെയ്യണത്. ഇപ്പൊ ഞാൻ കുഞ്ഞിനെ കൂടെ കൂടി രണ്ടാളും കൂടി അപ്പൊ ഇപ്പൊ സത്യം ആരും സപ്പോർട്ടില്ല. ഞങ്ങ മാത്രമുള്ള കഷ്ടപ്പെട്ട് എന്ത് കാര്യത്തിലത് അല്ലേ. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടായാലും കഷ്ടപ്പെട്ട് പ്രയത്നിച്ചാണ് ഓരോ മാസവും കഴിഞ്ഞ് നിക്കണത്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നാൽ പോലും നമ്മളൊന്നും താങ്ങാൻ പോലും ആളില്ല. പക്ഷെ താങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. താങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അതെ നമ്മളെ അധികം പരിചയമില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ റിലേറ്റീവ്സും അല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പക്ഷെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ ആള് ഇപ്പോഴല്ല, എനിക്ക് കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ആള് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ആളാണ് കേട്ടാ. നമ്മുടെ റിലേറ്റീവ് ഒന്നല്ല, എന്നാ പോലും ആള് എന്താ പറയാ രക്തബന്ധമില്ല എന്നുള്ളൂ. പക്ഷെ നമ്മുടെ സ്വന്തം എന്ന് പറയാം ആണ് അല്ലേ. ഞാൻ പറഞ്ഞേ അടുത്ത വർഷമൊക്കെ മാറും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇതില് കാറിൽ ഇപ്പൊ ഞാൻ കുഞ്ഞു കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കരയണത് പൊട്ടിക്കരഞ്ഞൊരു ദിവസം ഉണ്ട്. കാറിൽ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത് ഈ സങ്കടം അധികം നന്നായിട്ടൊന്നുമില്ല. ഈ 2-3 വീക്കായിട്ടുള്ളൂ ബാക്ക്. അപ്പൊ നമ്മുടെ വീഡിയോസ് കുറയുന്നതിനും കുറച്ച് കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ട്. എന്താ വെച്ചാ ക്യാഷ് മാത്രല്ല വേറെ പല കാര്യങ്ങളും ക്യാഷിനും കാട്ടി ഇമ്പോർട്ടന്റ് പല കാര്യങ്ങളിലും ഇത് വരുമ്പോ നമ്മള് ഭയങ്കര ഡൗൺ ആവട്ടാ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയില് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങ മാത്രമേ ഉള്ളൂ. കാരണം നമ്മ വിചാരിക്കുന്ന കാര്യമൊന്നും നമ്മളിലേക്ക് വരുന്നില്ല. നമ്മളീ കാണുന്നത് വേറൊരു കണ്ണിലാണ്. കാണുന്ന കണ്ണിലാണ് കുരു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവമാണ്. അത് കാണുന്ന കാഴ്ചയിലാണ് കുരു. ഇപ്പൊ നമ്മ എന്ത് ചെയ്താലും ഒരു കുറ്റായിട്ട് മാറാ. ഇപ്പൊ നമ്മിപ്പോ സോഷ്യൽ മീഡിയ നിൽക്കണോണ്ടെന്ന് അറിയില്ല. അവർക്ക് ഈ പറഞ്ഞ നമ്മളെ കാണുമ്പോ ഒരു അല്ലേ എന്താന്നറിയില്ല സോഷ്യൽ മീഡിയ ഒരു ഇതാക്ക അങ്ങനെ ഒരു സെറ്റപ്പ് ഭയങ്കര വിഷമുണ്ട്. കാട് കയറുന്നില്ല. അതാണ് അതൊക്കെ നമ്മള് വിടുന്നു. അല്ല കുഞ്ഞു പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മള് കല്യാണം കഴിക്കുമ്പോ ചിന്തിക്കുക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കും ഭയങ്കര ഹെൽപ്പിങ്ങിനായിട്ട് നിൽക്കുള്ളൂ. നമ്മള് നമ്മുടെ ഭാര്യയിലും ഭർത്താവായാലും നല്ലോണം ഒരുമിച്ച് നിന്ന് അതിനുള്ള കാര്യങ്ങൾ നോക്കുക. എന്താ വെച്ചാൽ അതിലൊരാള് മാറി നിൽക്കരുത്. എന്താ വെച്ചാ മറ്റാള് ഭയങ്കര ഒറ്റപ്പെടും. നമ്മള് തമ്മില് രണ്ടുപേര് തന്നെ എല്ലാം ചെയ്ത് എല്ലാം എത്തിക്കണം. ഇപ്പൊ നമ്മളെ കുറെ പേര് ഇപ്പൊ എന്നെ പോലെ കുറെ പേര് ജോലിനെ കുറിച്ചാണ് താഴ്ത്ത ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ക്യാമറ ഇങ്ങനെ ആക്കി കിടക്കല്ലേ, ഇങ്ങനെ ആക്കി കിടക്കല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തൊഴിലായിട്ട് കാണാം. ഏതൊരു തൊഴിലായ മഹിമുണ്ട്. അപ്പൊ ആ തൊഴിലിനെ ബഹുമാനിക്കാൻ പഠിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ എഞ്ചിനീയറിന് മാത്രമേ ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ തൊഴിലായിട്ട് കാണുള്ളൂ എന്നല്ല. ഞാനൊക്കെ എല്ലാരും ഒരു തൊഴിലായിട്ട് കാണുള്ള ആൾക്കാരാണ്. വീട്ടു ജോലിക്ക് ഓരോ ചേച്ചി പോലും ഒരു തൊഴിലാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ മാസം സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ തൊഴിലായിട്ട് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാമറ തൂക്കിയിട്ട് നടന്നിട്ടാണ് ഇത്ര മാസം ഇങ്ങനെ നീക്കിയേക്കണത്. പിന്നെ ഈ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞ ഒരു മോശമൊന്നല്ല. ഇപ്പൊ എന്ത് പറയണ നല്ല ജോലിക്കാരുടെ കല്യാണത്തിന് ഒരു വീഡിയോഗ്രാഫർ വേണം. എന്തൊരു ഫംഗ്ഷന് ഒരു വീഡിയോഗ്രാഫറിന്റെ ആവശ്യമില്ല. പിന്നെ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം ആളെ ജോലി ചെയ്യുന്നു, അതിനുള്ള കാശ് ആൾക്കാർ തരുന്നു. അത് കാണുന്നോരോ പ്രശ്നമായിരിക്കും. അത് മൈൻഡിൽ നിന്ന് മാറ്റണില്ല. നമ്മളെ എത്ര പറഞ്ഞ് ശ്രമിച്ചാൽ പോലും അത് മൈൻഡിൽ നിന്ന് മാറ്റണില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനൊരു പ്രശ്നമില്ലാതെ ഞാൻ ഇതുവരെ ഏട്ടനെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, എനിക്കത് ഹാപ്പിനെസ് ആണ്. ഏട്ടന് ഇഷ്ടമുള്ള വർക്ക് ഏട്ടൻ ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ സ്വരുകൂട്ടി ഓരോന്ന് വാങ്ങുമ്പോഴും ഒക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെ, ഞാൻ ഈ പറഞ്ഞ പോലെ കയ്യിലിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ 10 ലക്ഷത്തോളമായി. എന്റെ കയ്യിൽ 10 ലക്ഷത്തിന്റെ മുതലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. 10 ലക്ഷത്തിന്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ട്. ആ 10 ലക്ഷം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കഷ്ടപ്പെടണം. നമ്മളതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഓരോ വർക്കിന് പോകുമ്പോ എന്തുണ്ടാക്കി നോക്കും. നമ്മ കയ്യിലൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഓട്ടെ, അപ്പൊ എന്തായാലും അപ്പൊ ജോലി എപ്പോഴും ചോദിക്കേണ്ട ആള് വീഡിയോഗ്രാഫാണ് കേട്ടോ. ഞങ്ങള് രണ്ടാളും ഹാപ്പിനെസ് ആണ് ആ ജോലി. വേറെ ആരും ഹാപ്പി ഇല്ലെങ്കിലും ഞങ്ങള് രണ്ടാളും അതിൽ ഹാപ്പി. ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണ് എന്നോട് കുറെ പേര് ഡൗട്ടുകൾ ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്ക് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറുതെ ക്യാമറയും പിടിച്ച് ഇറങ്ങിയെന്നുള്ള ചിന്ത ചിലവർക്ക് ഉണ്ട്. ഇതിനെ കുറിച്ച് എല്ലാം പഠിച്ച് എല്ലാം നമ്മൾ എന്ത് ജോലിക്ക് വേണ്ടി നമ്മൾ പഠിക്കണ പോലെ അത്യാവശ്യം എറണാകുളത്ത് പോയി എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിക്കണേ കേട്ടാ. സർട്ടിഫിക്കറ്റ് അടക്കം നമ്മള് കാര്യങ്ങളുള്ളതല്ലേ. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണാം ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ടിപ്പ് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പഴയ രീതിയിൽ നിന്ന് മാറ്റി പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ രീതിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇനി വേണ്ട പിന്നെ ജോലി ഇപ്പൊ ഞങ്ങളെല്ലാരും അല്ലാട്ടോ പറഞ്ഞ് നമ്മളെ അറിവില് കുറച്ച് പേരുകളുണ്ട് അതിനെ മനസ്സിലാക്കാത്തവര്. അങ്ങനെ വെച്ച് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് വിഷമം. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഏറ്റവും ഉള്ള ഒരു വിഷമം അതാണ് കേട്ടോ. അതിനെ അംഗീകരിക്കാത്തതിന്റെ ഒരു വിഷമം. ഇപ്പൊ യൂട്യൂബിലെ പോലും ഇതൊന്നും കാശ് കിട്ടുമ്പോ പോലും അംഗീകരിക്കാത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പൊ യൂട്യൂബിന്ന് അമേരിക്കയിൽ നിന്ന് ഒരാൾ കാശ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ടാണല്ലോ. അപ്പൊ അതിനും കുറിച്ച് അംഗീകരിക്കാത്തൊരു ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞിന് ജോലി ചോദിക്കണവരും ഇഷ്ടം പോലെ. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഏട്ടനും കൂടി ഇട്ടിട്ട് അത്യാവശ്യം എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ അടുപ്പിക്കണോ? അടുപ്പിക്കട്ടെ, അടുപ്പിക്കട്ടെ. ഇനി പറയോ ആൾക്കാര് പറയോ? അതിന് വിടേട്ടോ. കുറ്റം പറയോ? ഏട്ടൻ ജോലിനെ കുറ്റം പറഞ്ഞപ്പോ ഇമോഷണലായി പോയതാണ് ആ ഫോട്ടോ കഴിഞ്ഞ്. അപ്പൊ ചുമ്മാ പാവ ഒന്നും ചെയ്യില്ല. അല്ല, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാട്ടാ. ഹീറോ ഓടി അടക്കും. അല്ല, ഇനി ഇത് പറഞ്ഞോണ്ടാണ് എനിക്ക് വിഷമമായില്ലെങ്കിൽ സോറി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വണ്ടി പോട്ടെ. നിങ്ങള് ഓക്കെ. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വായിച്ചു ഹെയർ കെയർ ടിപ്പ് എന്തെങ്കിലും പറയോ? ഹെയർ കെയർ ടിപ്പ് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്. പിന്നെ ഇതിനെ കുറിച്ചൊരു വീഡിയോ എന്തായാലും ഉണ്ടുവരും. കുറെ ആൾക്കാരെ ചോദിക്കണം. അപ്പൊ നമുക്ക് ഓരോ ടിപ്പായി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ഇട്ടരാം. ഇനി ഒരു ടിപ്പ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. കോഴിമുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഒക്കെ പിടിച്ചിട്ട് തല കഴുകിക്കളയാം. അപ്പൊ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും, നല്ല വളരും ചെയ്യും കേട്ടോ. ഞാനൊക്കെ അത് തന്നെയാണ് ചെയ്യാറ് എന്റെ മുടിയിൽ. ഡ്രൈ ആവാത്ത ഷാമ്പൂ യൂസ് ചെയ്യാം. ഈ ഡോവ് ഒക്കെയാണ് ഞാനിപ്പൊ യൂസ് ചെയ്യണ ഷാമ്പൂ. നല്ല ഷാമ്പൂ ആണ്. ഡ്രൈ ആയ പൊട്ടി ഞാൻ എനിക്ക് നല്ലോണം ഹെയർ ഉണ്ടായതാ. എന്റെ ടിപ്പ് ഞാൻ ടിപ്പ് കിട്ടിയതാ. അപ്പൊ ഈ ടിപ്പൊക്കെ ആയിട്ട് ഹെയർ കെയർ വീഡിയോ ഇടാൻ എല്ലാരും പറയണ്ട, അതേപോലെ ഇടാം. ഓക്കെ. അപ്പൊ ഒന്നും ചോദിക്കാനല്ല, രണ്ടുപേരും ജീവിതാവസാനം വരെ സന്തോഷത്തോടെ ജീവിക്കുക. താങ്ക് യു ചേച്ചി.
ജയശ്രീ നായർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കാണിക്കാം. ജയശ്രീ നായർ എന്നുള്ളൊരു നെയിമാണ് ട്ടാ. അത് എപ്പോഴും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ അടുത്തത് ക്യൂട്ട് കപ്പിൾസ്. താങ്ക് യു. ഹാപ്പി ആയിരിക്കും, ഒരു ഹായ് പറയണേ. ഓക്കെ, ഹായ്. പേരെന്താണ്? ഹർഷ. ഹായ്. ചേച്ചിയാണോന്നറിയില്ല. അതെ, ഒരു ഹായ് പറയൂ രണ്ടുപേരും. പോകാൻ ഇനി ഇഷ്ടം ഉള്ളൊരു ഡ്രീം പ്ലേസ്. യെസ്, ഡ്രീം എന്ന് പറഞ്ഞാ എനിക്ക് ഇഷ്ടം മലേഷ്യ. സാന്ദ്ര ബാബു ചേച്ചിയാണല്ലോ ആള് ചോദിച്ചേക്കണത് മലേഷ്യ. എനിക്ക് മണാലി. മണാലി അത്ര ഇഷ്ടമല്ല, പക്ഷെ നമ്മളെവിടെയെങ്കിലും പോവും. അപ്പൊ ഒരായും പറയാൻ പറഞ്ഞിട്ടുണ്ട് സാന്ദ്ര. അല്ല, എനിക്ക് ഇഷ്ടം പോയ സ്ഥല പേടിയാ, കാണുമ്പോ പേടിയാ. ട്രിപ്പായിട്ട് പോകും. എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഈ മഞ്ഞ വീണ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പൂജ്യം അറിയില്ല. എനിക്ക് അവിടെ നല്ല ഫുഡൊന്നും കിട്ടില്ല എന്ന് കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. അടുത്ത് പോയിക്കാം. സുഖമാണ് രണ്ടാൾക്കും. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഗോകുൽ സംസാരിക്കുമ്പോൾ ഉള്ള ചിരി വെരി നൈസ്. രണ്ടാളും ഇനിയും അടിപൊളിയായി വീഡിയോസ് ഒക്കെ ഇടണം കേട്ടോ. അടിപൊളിയായിട്ട് വീഡിയോസ് ബിന്ദു. ചിറിന്ന് പറയുമ്പോ ഒരാളുടെ സന്തോഷം കണ്ട സത്യാണ്. ഏട്ടന്റെ ചിറി കാണാനാണ് ഏറ്റവും ഭംഗി, അല്ലേ? ഇത് ജാട ആരും ദേവി തന്നെ ഏട്ടന്റെ ഭംഗിണ്ടെന്ന് പറയുന്നത് ജാട കയറും. അപ്പൊ പറഞ്ഞതിന് ടാഗ് പറയുന്നില്ലേ? ചിരി. അപ്പൊ ഇനി വെറൈറ്റി വീഡിയോസിനെ കുറിച്ച് ചോദിക്കണ്ടേ? നല്ല നല്ല വീഡിയോസ് വരും അല്ലേ? എന്താ ചെയ്യാ? നല്ല ഭംഗിയുണ്ടല്ലോ 3 പേര്. ലവ് യു ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് 3 പേരും. ഉണ്ണിയെ വിട്ടിട്ടില്ല. അപ്പൊ ഇനി മെയിനായിട്ട് മെയിനായിട്ട് ഉള്ള 2 പേരുടെയും ഡ്രീം എന്ന് വെച്ചാൽ നമുക്ക് ഡ്രീം എന്ന് വെച്ചാൽ വേറൊന്നല്ല, ഒരു കാർ വാങ്ങും. ഇതാണ് ഡ്രീമാണ്, ഡ്രീം അതാണ് കേട്ടാ നമ്മള് ഡ്രീം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രീം എന്ന് പറഞ്ഞാല് ഒരു വീട് വെക്കണം, വീട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് പോവാന്ന് എനിക്ക് ഭയങ്കര ഡ്രീമാണ്. ആ ഒരു ട്രിപ്പില് നല്ലൊരു അത് യാത്ര. അതിപ്പോ ഒരു 1-2 ദിവസമല്ല, 1-2 വീക്ക് യാത്ര ചെയ്തിട്ടുള്ള ഡ്രീം ഉണ്ട്. 2 ആഴ്ച. അത് വലിയ ഡ്രീമാ. 2 ആഴ്ചയോളം നീണ്ടിരിക്കണ ഒരു സ്ഥലത്തൊക്കെ പോയി നടക്കുന്നു വിചാരിക്കും. അടുത്തത് ആ കുട്ടി ഏതാണ്? ജിമിനി പേര്. പക്ഷെ നമ്മുടെ ശരിക്കും കേരളത്തിലുള്ള ഒരു കുട്ടി രണ്ടി തോന്നുന്നുട്ടാ കുട്ടീനെ കണ്ട അല്ലേ? നല്ല സുന്ദരി ഒരു മോള്, ഭയങ്കര ഇഷ്ടായി കുട്ടീനെ. ഡേ മൈ ലൈഫ് ചെയ്യുമോ? കുഞ്ഞൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ സംസാരമില്ലാതെ മേക്കപ്പ്, സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ അങ്ങനെ എന്തെങ്കിലും? ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ കൊറേ ചോദിക്കുന്നു, ചെയ്യാം. അതിലേക്കാണ് ഇതൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാറില്ല. ഉൾപ്പെടുത്താം. എന്താ വെച്ചാൽ അതായിരിക്കും ചിലപ്പോ നല്ലത്. ഞാൻ പക്ഷെ ചില ഡാമേലൊക്കെ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ വന്നതിന്റെ സ്കിൻ കെയർ കുറവാണ്, എനിക്ക് ചെയ്യാൻ തുടങ്ങണം. എന്റെ ഫേസ് ഇതായിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും അതന്നെ, സ്കിൻ കെയർ വ്ളോഗ് ചെയ്യുമ്പോ എന്നുള്ളൊരു തോന്നിട്ടുണ്ട്. ചെയ്യാം. അപ്പൊ ഈ നാട് വിട്ട് വേറെ എവിടെങ്കിലും പോയി സെറ്റിൽ ആകാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ് ഇഷ്ടം? ഇപ്പൊ അങ്ങനത്തെ പ്ലാൻ ഒന്നും ഇല്ല. അല്ല, അത് ചോദിക്കണത് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നിൽക്കാൻ ആഗ്രഹം ഉണ്ടോന്നാണ്. എനിക്ക് പറഞ്ഞ പോലെ ഈ സെറ്റിലായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ബാംഗ്ലൂരായിരിക്കാം.
എന്നെ കാനഡ പിടിക്കാണ്ട് ബാംഗ്ലൂർ പിടിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ നാട് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാന് കേരളം സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് കേരളത്തിൽ നിന്ന് വിട്ടുപോയത് അത്ര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും, ഫുഡിലായാലും പിന്നെ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തോ നമ്മുടെ നാടിന്റെ അത്ര വേറെ സെറ്റിൽ ആവാൻ അത്ര താല്പര്യമില്ല. ശരിയാണ്. അപ്പൊ അടുത്തത് മോളുടെ ഫൗണ്ടേഷൻ ഏതാണെന്ന് പറയുമോ? ഫേസ് കാണുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് മെഴുകു പോലെ കാണുന്നില്ല. അത് ഏത് അപ്ലൈ ചെയ്തിട്ടാണ് മോളുടെ എൻഗേജ്മെന്റ് മേക്കപ്പ്? മോളുടെ മുഖം അങ്ങനെയായിരിക്കുന്നു. ബേബി പ്ലാനിങ് ഇല്ലേ? ഒരുമിച്ചാണ്. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫോറെവറിന്റെ ആണ്. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ലാക്മിയുടെ ആണ് യൂസ് ചെയ്യാറ്. പിന്നെ എൻഗേജ്മെന്റിന്റെ മേക്കപ്പ് ചേച്ചി ചെയ്താണ്. അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്തൊക്കെ യൂസ് ചെയ്തെന്ന്. പിന്നെ അത് ബ്രൈഡൽ പിന്നെ വേറെ കൊറേ അപ്ലൈ ചെയ്യുമല്ലോ. ഇതിപ്പോ നമ്മുടെ ഞാൻ സാധാ പുറത്തു പോകുമ്പോൾ ഇടുന്നാറുള്ളത് ഫോറെവറിന്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. പക്ഷെ നല്ല ഫൗണ്ടേഷൻ കുറെ നാളുകളായിട്ട് എന്റെ വീട്ടില്. ബേബി പ്ലാൻ ഇല്ലെന്ന് ഇപ്പൊ തൽക്കാലത്തിൽ ഇല്ല. വേറെ വഴി വരും. നിങ്ങൾ ആരാ കൂടുതൽ റൊമാൻറ്റിക്? ഞാൻ. അത് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഞാനാണ്. അല്ലേ? ഇവിടെ ഒരാൾക്ക് കുട്ടികളി മാറിയില്ല. റൊമാൻറ്റിക് പറഞ്ഞ കുട്ടികളി മാറില്ല. ഇത് ഇപ്പോൾ 28 വയസ്സായാലും 8 വയസ്സായ കുട്ടീനെ ബോധമുള്ളൂ. കുട്ടികളി മാറാത്ത ആളാ അമ്മേന്റെ കാര്യം. അടുത്തത് ബേബി പ്ലാനിങ് ഉണ്ടോ? എനിക്കൊരു ട്വിൻസ് ബേബി. നിങ്ങൾക്ക് ട്വിൻസ് ബേബി ഉണ്ടാവട്ടെ. ഇപ്പൊ ബേബി പ്ലാന് നമ്മള് ഇല്ല. പിന്നെ വരുന്ന പോലെ ഇരിക്കും. ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. ട്വിൻസ് എനിക്ക് ഇഷ്ടാ ട്വിൻസ് ബേബിനെ. പക്ഷെ നോക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ എനിക്ക് ഇഷ്ടം ട്വിൻസ്. കൊടുങ്ങല്ലൂരിൽ പ്രോപ്പർ എവിടെയാ പ്ലേസ്? കുറെ ആയല്ലോ ചോദിക്കുന്നു. റിപ്ലൈ തായോ? സത്യം പറഞ്ഞ നമ്മൾ മെസ്സേജ് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ പറയാറുണ്ട് ചില വീഡിയോസ്. സ്ഥലം പറഞ്ഞ് കൊടുങ്ങല്ലൂര് എടവിലങ്ങാണ് പ്ലേസ് വരുന്നത്. എടവിലങ്ങ് നടവരമ്പത്താ വീട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂർ ബേസിൽ കോട്ടപ്പുറത്തൊക്കെ മിക്കവരും ടൈം ഞാൻ വന്നിരിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ കോട്ടപ്പുറത്ത് ഇരിക്കുമ്പോ ഒരു കമന്റോ എന്തോ വന്നിരുന്നു അല്ലേ? ഇൻസ്റ്റയില് കോട്ടപ്പുറത്ത് വെച്ച് കണ്ടു, അങ്ങനെ ഇതായി കണ്ടു എന്നൊക്കെ വന്നു. കൊടുങ്ങല്ലൂര് എടവിലങ്ങാണ്ട പ്ലേസ്. പിന്നെ മാരേജ് ലൈഫ് ആണോ അതിനു മുൻപുള്ള ലൈഫാണോ കൂടുതൽ ഇഷ്ടം രണ്ടാൾക്കും? രണ്ടും ഡിഫറെന്റ് ആണ്. വെരി വെരി ഡിഫറെന്റ്. അതായത് മുന്നുള്ളത് ഇപ്പോൾ ഉള്ളതും. മുന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ്. ഡിപ്പെൻഡിങ് ഇൻ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയാണ്. അതായത് ഇപ്പൊ കുഞ്ഞമ്മ വന്നപ്പോ എന്റേതായ നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു ലൈഫാണ്. അതായത് ഒരുപാട് വണ്ടി വയ്ക്കുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് ചേട്ടൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മള് രണ്ടാളുമാണ് എല്ലാ കാര്യങ്ങളും നോക്കണം ചെയ്യുന്നത്. പിന്നെ ഡിഫറെന്റ് ആണല്ലോ. നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ ഏട്ടൻ ആദ്യം പറഞ്ഞാൽ റൂമിൽ വരുന്ന ഒറ്റയ്ക്ക് എടുക്കുന്നു. ഇപ്പൊ അവിടെ ഞാനും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ എനിക്കും അതേപോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ ഒറ്റയ്ക്കുള്ള കാര്യം നോക്കി നമ്മൾ നടന്നാൽ മതി. ഇപ്പൊ ഒരു സ്ഥലത്ത് നടക്കുകയും ഒരു കാര്യം ചെയ്യാനും നമ്മൾ ഒറ്റയ്ക്ക് നോക്കിയാൽ മതി. ഇപ്പൊ എന്ത് കഴിക്കാനും എന്ത് ചെയ്യാനുള്ള ഏട്ടന് കൂടി നമ്മൾ ചിന്തിക്കും. ദൈവത്തോർത്ത് കല്യാണം കഴിക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ സത്യത്തില് പറയാതെ ശരിക്കരുത് പെട്ടുപോയി. കല്യാണത്തിന് നമ്മള് ഫ്രീ ആണ്. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ എന്താണ് അല്ല സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല. കല്യാണ ലൈഫ് വേറെ, പഴയ ജീവിതം വേറെ. സപ്പോർട്ടിന് ആളുണ്ടാവും. അല്ല നിങ്ങൾ അങ്ങനെ പറയണെങ്കിലല്ലോ പറഞ്ഞ് പെട്ടുപോയി. ഇല്ലൊരു ക്വാളിറ്റിയാണ്. പെട്ടാ ഇല്ലില്ല അല്ല, നമുക്കൊരു താങ്ങായിട്ട് ഒരാള് ഭയങ്കര സപ്പോർട്ടല്ലേ. ഏട്ടപ്പൊ തമാശ പറഞ്ഞ പെട്ടുപോയിന്ന്. അത് തമാശ പറഞ്ഞാണ്. ഞാൻ തമാശ പറഞ്ഞ അത് നമ്മൾ ഇതിലേക്ക് പറയണമെന്നല്ലോ.
ഓപ്പറേഷൻ ഇതല്ലേ അല്ല രണ്ട് ലൈഫാണ് അത്രേ ഉള്ളൂ. ഒരു പ്രാങ്ക് വീഡിയോസ് ചെയ്യുമ്പോ ഞങ്ങൾ ചെയ്തിരുന്നു, ഫ്ലോപ്പായി. അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഞങ്ങൾ പിന്നെ ആ വീഡിയോ ഇട്ടില്ല. നമുക്ക് ചെയ്യാം. ഏട്ടനെ നല്ല പ്രാങ്കിന്റെ പ്ലാനിങ് ഇല്ല. ഞാൻ പറ്റാണ് ഞാൻ തന്നെ ചെയ്തത്. എന്നെ മുഖത്ത് എഴുതി വരും പ്രാങ്ക് കള്ളത്തിരിക്കും. അടുത്തത് ക്യൂട്ട് ഫാമിലി ആയിട്ടില്ല, കപ്പിളായിട്ടാണ്. ക്യൂട്ട് കപ്പിൾസ്. അല്ല, ഇത് ഉദ്ദേശിച്ചിട്ടാണ് തോന്നുന്നു കപ്പിളാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞത് ആരെങ്കിലും വിഷമാണ്ടി പിന്നെ ക്ഷമ ചോദിക്കുന്നു. അത് എന്റെ വിഷമാണ്, എനിക്കുള്ള ഒരു വിഷമാണ്. ഞാൻ വിചാരിക്കും എല്ലാം ക്യൂ ഇതുപോലെ ഇരിക്കണല്ല ഞാൻ ഇരിക്കണത്, കുറച്ചൊരു വേറൊരു ഇതിലാണ്. അതെന്റെ വേറൊരു മൈൻഡ് ഇങ്ങനെ കയറി നിൽക്കണോണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ നല്ല വീഡിയോ ആയി. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് വരും. ഇനി തൊട്ട് ഞാൻ ചിന്തിക്കേണ്ട അടുപ്പിച്ച് വീഡിയോസ് ഇടണമെന്ന്. ഒരു ദിവസം ഗ്യാപ്പൊക്കെ വന്നാലും അടുപ്പിച്ച് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇടും. നല്ല ചാലഞ്ചും ഡേ മൈ ലൈഫും എല്ലാം കൂടി ട്രിപ്പൊക്കെ കൂടിയിട്ടുള്ള വ്ളോഗുകൾ വരും എത്രയും പെട്ടെന്ന്. അപ്പൊ നമ്മള് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം. ബൈ.